മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനെ കൂടുതൽ സ്തുതിക്കുവാനും സ്തോത്രിക്കുവാനും തക്കവണ്ണം നമ്മെ നടത്തുന്നവനെന്നത് നാം തീർച്ചയായിട്ടും അറിയുക തന്നെ വേണം. കാരണം ഇന്ന് ഒരു വർഷക്കാലം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ടെലികാസ്റ്റ്, ഈ മാറ്റമില്ലാത്ത വചനം എടുത്ത് നടത്തുവാൻ ഈ ഞങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കൂട്ടുവേലക്കാരെയും നിങ്ങളുടെയും നമ്മുടെയും പ്രാർത്ഥന കൊണ്ട് ദൈവം മാനിച്ചതിനായി നമുക്ക് അവനെ കൂടുതലായി സ്തുതിക്കാം. തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കട്ടെ. നമുക്ക് ഇന്നത്തെ മാറ്റമില്ലാത്ത ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. 2 രാജാക്കളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം വചനം ഒന്ന് വായിക്കാം. എന്നാൽ യഹോവാഹാസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. ആരാം രാജാവ് ഇസ്രയേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവൻ്റെ അപേക്ഷ കേട്ടു. യഹോവ ഇസ്രയേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ ആരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. നമുക്ക് ഈ വായിച്ച വചനം യഹോവാഹാസ് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇസ്രവേൽ ജനം ഒടുക്കപ്പെടുന്നത് കണ്ടിട്ട് ദൈവം അവന് ചെവി കൊടുത്തു. എന്നാൽ ഇതിൽ പ്രത്യേകിച്ച് നാം അറിയേണ്ടത്, അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചല്ല, ഇസ്രവേൽ ജനം ഒടുക്കപ്പെടുന്നത് ശ്രദ്ധിച്ച്. നാം ഇതേ അധ്യായത്തിലെ 1, 2, 3 വചനങ്ങൾ നാം ശ്രദ്ധിക്കുമെങ്കിൽ അതിൽ പറയുന്നത് ഈ യഹോവാഹാസ് കർത്താവിൻ്റെ കാര്യത്തിന് എതിരെ പ്രവർത്തിച്ച്, കർത്താവ് വേണ്ടെന്ന് വിലക്കിയത് ചെയ്തു, കർത്താവ് എന്തൊക്കെ ഇസ്രവേൽ ജനത്തിന് പാപമെന്ന് പറഞ്ഞുവോ അതൊക്കെയും ഈ യഹോവാഹാസാണ് ചെയ്യിപ്പിച്ചത്. ഈ പറഞ്ഞ അതൊക്കെയും ഈ രാജാവ് തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഇസ്രവേൽ ജനത്തിനെ തന്നെ ശത്രുവിൻ്റെ കയ്യിൽ കൊടുത്തത്. അങ്ങനെ കൊടുത്ത ഈ യഹോവാഹാസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെയല്ല നോക്കിയത്. അവൻ കാരണം ശത്രു രാജ്യത്തിലേക്ക് കൊടുക്കപ്പെട്ട ഇന്ന് അവരാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇസ്രവേൽ ജനങ്ങളെ ദൈവം നോക്കിയപ്പോൾ അതിന് ഉത്തരം നൽകിയെന്നാണ് നാം ഈ വചനത്തിലൂടെ ഓർക്കുന്നത്. കാര്യം പലപ്പോഴും നാം ദൈവത്തിന് എതിരെ പ്രവർത്തിക്കുമ്പോഴും പല കാര്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനം നോക്കിയല്ല, ദൈവമക്കളുടെ സാഹചര്യം നോക്കി നമ്മുടെ ദൈവം രക്ഷ അനുവദിക്കുന്ന ദൈവമാണ്. എല്ലാ സമയത്തിലും അവൻ സാഹചര്യങ്ങളെ നോക്കുന്നവനാണ്. നമുക്ക് ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ നാം ഓർത്തു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തിയെ അവൻ കണക്കിലെടുത്തിരുന്നെങ്കിൽ, നാം ചെയ്ത പ്രവൃത്തികളെ അവൻ കണക്കിലെടുത്തിരുന്നെങ്കിൽ നാം ഇന്ന് ഇല്ലാതാകുമായിരുന്നു. കാര്യം വേദപുസ്തകം പറയുന്നു, നമുക്ക് ഒരു വചനം കൂടെ വായിക്കാം. വിലാപങ്ങൾ 3-ാം അധ്യായം 22-ാം വചനം ഇങ്ങനെ പറയുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവൻ്റെ ദയ കൊണ്ടാണ്, അവൻ്റെ കരുണ കൊണ്ടാണ് നാം ഇന്നും നിൽക്കുന്നത്. നാം എത്രത്തോളം തെറ്റുകൾ കാണിക്കുമ്പോഴും തിരിച്ച് അവൻ്റെ സമൂഹത്തിലെ നാം നിലവിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈ രക്ഷ തരുന്നത് അവൻ്റെ ദയയാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, ദൈവമേ, ഞങ്ങളുടെ നീതി കൊണ്ടല്ല, നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ ദയ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നേരെയാകുള്ളൂ എന്ന് യഥാർത്ഥത്തിലുള്ള അവൻ പറയുന്നത് നാം ഈ വേദപുസ്തകത്തിൽ ശ്രദ്ധിക്കാം.
നമുക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായി അറിയണമെങ്കിൽ മോശയുടെ അടുത്ത് ദൈവം പറയുന്ന എല്ലാ കാര്യം അറിയുന്ന ആ ദൈവം മോശയുടെ അടുത്ത് പറയുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-10 വചനങ്ങളിൽ വായിക്കാം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ആമേൻ. ഇസ്രായേൽ ജനങ്ങൾ അവിടെ ഫറവോൻ്റെ ഈജിപ്തിലെ ആ മിസ്രൈം ദേശത്ത് പെടുന്ന പാടുകളെ ഞാൻ കണ്ട് അവരുടെ നിലവിളി ഞാൻ കേട്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ അവരെ രക്ഷിക്കുവാൻ അയക്കുമെന്ന് ആ ദൈവം പറഞ്ഞത് അവൻ്റെ ദയ കൊണ്ടാണ്. എത്രത്തോളം ദയ കാണിക്കുന്ന ആ ദൈവമാണ്. ദാവീദ് രാജൻ സങ്കീർത്തനം 118:5 പറയുന്നു, ഞാൻ ഞെരുക്കത്തിലിരുന്ന് എൻ്റെ ദൈവത്തിനെ നോക്കി വിളിച്ചപ്പോൾ അവൻ എനിക്ക് വിശാലത കാണിച്ചു തന്നു. അതേപോലെ തന്നെ സംഗീതക്കാരൻ പറയുന്ന 3-ാം സങ്കീർത്തനം 1-ൻ്റെയും 4-ൻ്റെയും വചനത്തിൽ, എനിക്ക് എത്രമാത്രം ശത്രുക്കളുണ്ടായിരുന്ന അത് നിന്നെ നോക്കി ഞാൻ നിലവിളിച്ചപ്പോൾ, ഞാൻ ഉറത്ത ശബ്ദത്തിൽ നിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ നീ എനിക്ക് അതിനെ എല്ലാം അനുകൂലമാക്കി തന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് അവൻ ചെയ്തിട്ടുള്ള നന്മകളെ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ അവന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്തത് എന്നത് നാം ഒരിക്കൽ കൂടി ഓർത്ത് നോക്കേണ്ടതുണ്ട്. കാര്യം അവൻ്റെ തിരുമുമ്പിൽ നാം എല്ലാ കാര്യങ്ങളെയും നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിലും നമ്മുടെ കാര്യങ്ങളെ പറഞ്ഞ് എങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്ന ഒരു പരാതിക്കാരായി നാം അവരുടെ മുമ്പ് നിൽക്കുമ്പോഴും നാം വായിച്ച് കേട്ട ഈ വചനങ്ങൾ മൂലം നമ്മുടെ ഓരോ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്ന ദൈവം ആ സാഹചര്യത്തിന് ഒത്തവണ്ണം നമ്മെ അവൻ്റെ ദയ കൊണ്ട് നടത്തുന്നത് കൊണ്ടാണ് ഇന്നും നാം ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇത് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തുകയാണ്, സഹോദരി, നിൻ്റെ തെറ്റായ തീരുമാനം മൂലമാണ് നിൻ്റെ മകളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വന്നത്. ആ പ്രശ്നം മാറുവാൻ, ആ സാഹചര്യം മാറ്റുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന നീ നിലവിളിക്കുക. നീ ദൈവ സാന്നിധ്യത്തിൽ ചോദിക്കുമെങ്കിൽ നിൻ്റെ ആ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം വിടുവിച്ചു തരുമെന്ന് ദൈവം പറയുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്നവനാണ്. ഈ ലോകത്ത് അവൻ ജീവിച്ചിരുന്ന കാലത്തെല്ലാം ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി ഏത് നിലയിൽ ജീവിക്കണമെന്ന് നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്ന ദൈവമാണ്. ആ സാഹചര്യം ഇന്നെൻ്റെ സാഹചര്യത്തിൽ എനിക്ക് പറ്റിയില്ല എന്നല്ല, എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുന്നവണ്ണം ജീവിക്കുവാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ആ ദൈവമാണ്. നമുക്ക് വേദപുസ്തകത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ പലതുണ്ട്. പത്രോസ് കടലിലിരുന്ന് ദൈവം നടന്നു വരുന്ന, കടലിൻ്റെ മേൽ ദൈവം നടന്നു വരുന്നത് കണ്ട പത്രോസ് വന്നിട്ട് പറയുകയാണ്, ഞാനും കൂടെ നടക്കട്ടെ എന്ന്. നടന്നവൻ പെട്ടെന്ന് മുങ്ങിപ്പോയി. ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത്, അല്പവിശ്വാസിയെ എന്തിന് നീ സംശയിച്ചു എന്നാണ്. നാം ഏത് കാര്യത്തിലും ഏത് നിലയിലും അവൻ്റെ കൂടെ നിൽക്കുന്ന ആ സാഹചര്യം എന്താണെന്ന് നോക്കി നാം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നല്ല, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നമ്മെ രക്ഷിക്കുന്ന, നമ്മെ ഉയർത്തുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിലെ 9 മുതൽ നമുക്ക് വായിക്കുകയാണെങ്കിൽ, മനാസയെ ദൈവം രാജാവാക്കി. മനാസയെ ദൈവം രാജാവാക്കിയപ്പോൾ അവൻ, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, ജാതികൾ ചെയ്യുന്നതിനേക്കാളും വഷളത്തനം ദൈവത്തിന് എതിരെ, ദൈവ മക്കൾക്ക് എതിരെ അവൻ ആ വിഗ്രഹത്തിൻ്റെ ആരാധനകളെ ഉത്സാഹപ്പെടുത്തി എന്നാണ് അവിടെ കാണുന്നത്. നാം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ ശത്രുവാനവൻ അവനെ ചങ്ങലയിൽ കെട്ടി കൊണ്ടുപോയപ്പോൾ അവൻ
ദൈവത്തിനെ നോക്കി കരഞ്ഞ്. അപ്പോൾ ദൈവം അവനെ വിടുവിച്ച് വന്ന ഉടൻ തന്നെ അവൻ എല്ലാ പീഠങ്ങളെയും എല്ലാം മാറ്റി ദൈവത്തിനെ ആരാധിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് മാറി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് എപ്പോഴും ദയയുള്ള ദൈവമാണ്. ആ ദയ നമുക്ക് കാണിക്കുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ നാളെയും ചെയ്യുവാനല്ല, കർത്താവെ ഞാൻ ഇത്രത്തോളം തെറ്റുകൾ ചെയ്തു, ഇനി എന്നെ രക്ഷിച്ച് എന്നെ ദയ കാണിച്ച എൻ്റെ ദൈവത്തിൻ്റെ ആ ദയ ഞാൻ എൻ്റെ സ്വന്തമാക്കുവാൻ ഇനി ഞാൻ അങ്ങേക്ക് ഉകന്ന ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ ചെയ്യും, എൻ്റെ കർത്താവിന് പ്രിയമുള്ളത് ചെയ്യുമെന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമ്മളൊന്ന് നോക്കാം. നമ്മൾ ചെയ്ത നന്മകളെ ഓർത്തോ, നമ്മൾ നടക്കുന്ന നീതിയെ ഓർത്തോ, നമ്മുടെ പരിശുദ്ധ ജീവിതം കൊണ്ടോ അല്ല ഇന്നോളം നമ്മെ ദൈവം ഈ അനുഗ്രഹത്തിലേക്ക് വച്ചിരിക്കുന്നത്. നമ്മളെ എത്രത്തോളം നടത്തി ചെല്ലുന്ന ദൈവമാണ്. ഇന്നും അവനെ നാം ജീവിച്ചിരിക്കുന്നതിനായി അവനെ സ്തുതിക്കണ്ടേ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവൻ നമുക്ക് ചെയ്തു തരുമ്പോൾ അവൻ്റെ ആ തിരുസന്നിധിയിലെ നാം നമ്മെ പരിപൂർണമായി കൊടുത്ത് അവൻ്റെ ദയ കൊണ്ട് ജീവിക്കുന്ന നാം അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. അതാ പറയുന്നത്, വിലാപങ്ങളിലെ യെരേമ്യാ പ്രവാചകൻ പറയുന്നത് അതാണ്. അവൻ്റെ ദയ കൊണ്ട് മാത്രമാണ് ഇന്നും നാം ജീവിക്കുന്നത്. അവൻ്റെ ദയയ്ക്ക് ഒരു നാളും കുറവില്ലാത്തതാണ്. എന്തു തെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശിംശോനെക്കുറിച്ച് അറിയാമല്ലോ. പല കാര്യങ്ങൾ, ആ ബലിസ്ത്യർ ഇസ്രായേൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ബലിസ്ത്യരെ ഇല്ലാതാക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തതാണ്, ദൈവം തന്നതാണ് ആ ശിംശോനെ. ശിംശോൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ടല്ല, ദൈവം പ്രാർത്ഥിക്കാതെ തന്നെ ഒരു വ്യക്തിക്ക് അവൻ പുത്രനായി കൊടുത്തത്. അത്രത്തോളം കരുണയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം ആ ശിംശോനെ തന്നപ്പോൾ, ശിംശോൻ്റെ ജീവിതത്തിലുള്ള പല വിധമായ തെറ്റായ കാര്യങ്ങൾ വന്നപ്പോൾ അവസാനം ശത്രുക്കളുടെ കയ്യിലകപ്പെട്ട് അവിടെ നിന്നിട്ട് അവൻ ആ നിലയിലും അവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേട്ട് അത് അവൻ അനുവദിച്ചു കൊടുത്തപ്പോൾ, നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന അവൻ ജീവിച്ചിരുന്ന നാളുകളിൽ ശത്രുവിനെ ഇല്ലാതാക്കിയതിനേക്കാളും അധികം അന്നാണ് അവൻ ചെയ്തത് എന്നാണ്. ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ദയക്കായി അവൻ്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങളെ സമർപ്പിക്കും. അവൻ്റെ തിരുമുമ്പിൽ നമ്മെ സമർപ്പിക്കുമെങ്കിൽ അവൻ സാഹചര്യം നോക്കി നമ്മെ നടത്തുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിൽ നാം ഇതില്ല പല വിധമായ കുറവുകളും കാര്യങ്ങളും പറയുമ്പോൾ ഈ സത്യവചനം പറയുവാൻ ഞങ്ങളെ ദൈവം നടത്തുന്ന വഴി കാരണമെന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സത്യവചനം നമ്മളെ അറിയിക്കുമെങ്കിൽ എൻ്റെ മഹത്വത്തിൽ നിന്ന് നിന്നെ ഞാൻ ഐശ്വര്യമാക്കുമെന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്ന നമ്മെ ഐശ്വര്യപ്പെടുത്തുമെന്ന്. ദൈവം പറയുന്നത്, കാട്ടുപുഷ്പങ്ങളെ ഞാൻ അണിയിച്ചിരിക്കുന്ന നിറങ്ങൾ കണ്ടോ, സലമോൻ പോലും അതുപോലത്തെ നിറങ്ങളിൽ ആടകൾ ചെയ്തിട്ടില്ല എന്ന അത്രത്തോളം മഹത്വമായി നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. നാം ഈ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ പറയുമെങ്കിൽ അവൻ നമ്മളെ നടത്തിയ വിധങ്ങളെ നാം കൂടുതലായി ചിന്തിക്കുമെങ്കിൽ അവൻ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ചെയ്തു തരുന്നവനാണ്. പൗലും ശീലാസും ജയിലറയിലെ കിടന്ന് ആ പ്രതിസന്ധിയായ നേരത്തും ആ പ്രതികൂല സാഹചര്യത്തിലും അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ആ പ്രതികൂല സാഹചര്യത്തിലും അവർ ദൈവത്തിനെ ആരാധിച്ച് സ്തുതിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. ആ സാഹചര്യം നോക്കിയ ദൈവം അവരെ വിടുതൽ ചെയ്യാൻ പറഞ്ഞില്ല, അവിടെ ഇരുന്ന ആ ജയിലറയിലിരുന്ന് മോചിപ്പിക്കാൻ പറഞ്ഞില്ല. എന്നാൽ ആ സാഹചര്യം നോക്കിയ എൻ്റെ ദൈവം ആ ജയിലറയുടെ അസ്ഥിഭാരം ഇളക്കി അവരെ വിടുവിച്ചത് നാം വേദപുസ്തകത്തിലെ കാണുന്നു.
അത്രത്തോളം മഹത്വമുള്ള ആ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഈ ദൈവം പല കാര്യങ്ങളിലും പല രീതിയിലും സത്യവചനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ബുദ്ധിമുട്ടും ഏത് കാര്യങ്ങളും അത് നിവർത്തിക്കുവാനുള്ള ഉത്തര സൂചിക ഈ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റമില്ലാത്ത വചനം. നമ്മുടെ സാഹചര്യങ്ങൾ മാറാം, നമ്മുടെ പ്രതിസന്ധികൾ പല നേരങ്ങളിലും പലതും വ്യത്യാസപ്പെടാം, സർക്കാരുകൾ മാറാം, അതിൻ്റെ ഉത്തരവുകൾ മാറാം. ഒരിക്കലും മാറാത്ത മാറ്റമില്ലാത്ത വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നാം നടക്കുമെങ്കിൽ ഒരുവിധമായ പ്രതികൂലങ്ങളെയും എതിരിടാതെ തന്നെ നമുക്ക് ദൈവ സമൂഹത്തിൽ മുന്നോട്ട് നടന്നു ചെല്ലാമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഏതെല്ലാം നിലയിൽ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്താലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന നമ്മെ ഒരിക്കലും ഒരു ഇടത്തിലും നമ്മളെ മാറ്റി നിർത്തുവാൻ ഇടവരാത്തവണ്ണം നമ്മുടെ ദൈവം ശക്തിയോടെ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ യോഗ്യനാണ്. അവൻ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും അറിയുന്നവനാണ്. എല്ലാ വിധത്തിലും എങ്ങനെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് കുറവുള്ളത്, എവിടെയാണ് നമ്മെ ഉയർത്തേണ്ടത്, എവിടെയാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് എന്ന് എല്ലാ കാര്യങ്ങളെയും അറിയുന്ന ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിൻ്റെ വാക്ക് വിശ്വാസത്തിൻ്റെ വാക്കായിരിക്കട്ടെ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഇത് എല്ലാം നന്മയായി തന്നെ ഭവിക്കുമെന്ന ആ വിശ്വാസത്തിൻ്റെ വാക്കാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ നിറവാണ് നിൻ്റെ വാക്കായി വരുന്നത്. അതുകൊണ്ട് നീ പറയുന്ന വാക്ക് അതേപോലെ സംഭവിക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് പറയുമ്പോൾ ആ ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി നാം മുമ്പോട്ട് പോകുമെങ്കിൽ ആ ദൈവം നമ്മെ അങ്ങനെ തന്നെ നടത്തുവാൻ ശക്തനാണ്. എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം എന്ന് പറയുമ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ നാം അതിൽ നോക്കുന്ന പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചത് ആ സാഹചര്യം എൻ്റെ ദൈവം കണ്ട് അന്ന് രാത്രി തന്നെ നാളെ അവന് എന്ത് ചെയ്യണമെന്ന് രാജാവ് തീരുമാനിക്കുമ്പോൾ അന്ന് രാത്രി തന്നെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്ന ആ സാഹചര്യം നമുക്കറിയുന്നു. എല്ലാ വിധത്തിലും എല്ലാ നാളിലും ദൈവം നിങ്ങളെയും എന്നെയും അറിയുന്ന ദൈവം, എൻ്റെ സാഹചര്യം അറിയുന്ന ദൈവം, ഏത് നിലയിലും നമ്മെ ഒരു ഇടത്തും കൈവിടാതെ നമ്മുടെ സാഹചര്യങ്ങളെ അറിഞ്ഞ് മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേദപുസ്തകത്തിൽ നോക്കിയാൽ ഈ വേദപുസ്തകത്തിൽ മാറ്റമില്ലാത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാതെ അവർ നല്ലത് ചെയ്തവർക്ക് നല്ലത് കിട്ടിയതും അതിൽ അനുസരിക്കാത്തവർക്ക് കിട്ടിയതും അറിയുന്ന നിങ്ങളും ഞാനും അത് അനുസരണയോടുകൂടി മുമ്പോട്ട് പോകുമെങ്കിൽ നിങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നമ്മെ ഉയർത്തുവാൻ നമ്മെ നിലനിർത്തുവാൻ അവൻ ശക്തനാണ് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനങ്ങളെ നടത്തിച്ചെന്ന ഓരോ വഴികളും നാം അറിയുന്നുണ്ട്. ആ ഓരോ വഴികളും അവർ ഓരോ നിലയിൽ ചെന്നതുമെല്ലാം ഇന്ന് ഈ വേദ പുസ്തകത്തിലെ നമുക്കായി എഴുതി വച്ചിരിക്കുന്നത് എന്ന് കണ്ടാൽ ഇത്രത്തോളമുള്ള ഒരു പ്രതികൂലം വന്നാലും ഏതെല്ലാം പ്രതിസന്ധികൾ മധ്യയിലെ നടന്നു പോയാലും നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഔദ്യോഗിക ജീവിതത്തിലെ പ്രതികൂലങ്ങളാണോ, നിങ്ങളുടെ ഭവനത്തിലെ ബുദ്ധിമുട്ടുകളാണോ, ഇല്ല നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഇന്ന് കുടുംബത്തിലെ നിലനിൽക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണോ? എന്നാൽ ഇതിനെല്ലാം ഒരു വഴിയുള്ളത്. നാം കണ്ട യോവകാസ് അവൻ്റെ കാരണം കൊണ്ട് അവൻ്റെ നടത്ത കൊണ്ട്
അവൻ ഇസ്രായേൽ ജനങ്ങളെ പാപത്തിലേക്ക് നയിച്ചതുകൊണ്ട് എവിടെ അടിമത്തനത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങൾ പോകേണ്ടി വന്നുവോ, അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ സന്തതികൾക്കോ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയുന്ന നിങ്ങൾ അത് അറിയുന്നുവെങ്കിൽ, അത് മനസ്സിലാക്കുന്നുവെങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ താഴ്ത്തുക. നിങ്ങളുടെ ഏത് പ്രതികൂലത്തിൽ ആണെങ്കിൽ തന്നെയും, നിങ്ങളുടെ ഏത് വേണ്ടാത്ത തീരുമാനത്തിലൂടെ ഇത് സംഭവിച്ചിരുന്നെങ്കിലും, സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റും, നിങ്ങളുടെ സന്തതികളുടെ സാഹചര്യങ്ങളെ മാറ്റും, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റും. ആ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത തെറ്റുകൾ അവൻ്റെ സമൂഹത്തിൽ പറഞ്ഞ് നിരപ്പാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം ഇടപെടും. അവൻ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ സാഹചര്യങ്ങളെ മാറ്റിത്തരുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിലും അവൻ നമ്മളോടൊപ്പം നിൽക്കുന്നവനാണ്. നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ വിട്ടുപോകുന്നവനല്ല. അതുകൊണ്ട് യെരേമിയ പ്രവാചകൻ പറയുന്ന, അപ്പാ നീ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിൽ തന്നെയാണല്ലോ നടത്തിയത്. ഇരുട്ടിൽ തന്നെ നടത്തുമ്പോഴും ഞാൻ നിനക്ക് വെളിച്ചത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും പ്രതികൂലങ്ങളെ കണ്ടോ ഏതെങ്കിലും കാര്യങ്ങളെ കൊണ്ടോ തളർന്നു പോകാതെ അവൻ്റെ തിരുമുമ്പിൽ ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ പറഞ്ഞ്, എവിടെ എനിക്ക് തെറ്റ് സംഭവിച്ച്, ഇന്ന കാര്യങ്ങളിൽ ദൈവമേ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇന്നതാണ് എന്ന് ഈ തെറ്റുകളെ അവൻ്റെ സമൂഹത്തിൽ ഏറ്റു പറഞ്ഞ് അതിന് ഉള്ള കാര്യങ്ങൾ അവൻ്റെ തിരുമുമ്പിൽ ചോദിക്കുമെങ്കിൽ അവൻ നമ്മെ എപ്പോഴും ആനന്ദത്തിൽ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. എല്ലാ വിധത്തിലും അവൻ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാണ്. നാം വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരുണ്ട്. എത്രയോ കാര്യങ്ങളിൽ ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലയിൽ നിന്ന് ദൈവദാസന്മാരുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവർ അത് പറഞ്ഞപ്പോൾ ഒരു മാറ്റവും കൂടാതെ അവർ വിചാരിച്ചതിലും അധികമായി നന്മയോടുകൂടി അവരെ നടത്തിയ ദൈവമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ആ ദൈവസമൂഹത്തിൽ വയ്ക്കാമോ? നമ്മൾ ഇത്രത്തോളം നാളുകളായി ദൈവ സന്നിധിയിൽ നിന്ന് നാം എന്തൊക്കെ നേടിയിട്ടുണ്ടെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. മറ്റവരെ വിടുക. നാം ഓരോരുത്തർക്കും അറിയാമല്ലോ, എൻ്റെ ദൈവം എനിക്ക് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം മഹത്വമായി എന്നെ നടത്തി, എൻ്റെ തലമുറകളെ ഇത്രത്തോളം നടത്തി, ഇന്ന കാര്യങ്ങൾ നടത്തി. ഞാൻ അന്ന് ഒന്നുമില്ലാതിരുന്നപ്പോൾ എൻ്റെ ദൈവത്തെ എത്രമാത്രം അനുസരിച്ച്, എത്രമാത്രം ആരാധിച്ച്, ഇന്ന് ഇതെല്ലാം കൂടിയപ്പോൾ, ഇന്ന് സമ്പത്തുകൾ വന്നപ്പോൾ, ഇന്ന് എല്ലാ മഹത്വങ്ങളും എൻ്റെ പുറകിലായപ്പോൾ ആ മഹത്വം ഇന്ന് ആ ദൈവത്തിന് ഞാൻ കൊടുക്കുന്നുവോ? നമുക്കൊരു നിമിഷം അത് ചിന്തിച്ചൂടെ? ഇത്രത്തോളം നിന്നെ ഉയർത്തിയത്, നിനക്ക് ഇത്രത്തോളം സമ്പത്ത് തന്നത്, നിന്നെ ഇത്രത്തോളം വിദ്യാഭ്യാസത്തിൽ ഉയർത്തിയത്, നിന്നെ ഇത്രത്തോളം വലിയ ഒരു ജോലിയിൽ ആക്കിയത്, നിനക്ക് ഇത്രത്തോളമുള്ള പവറുകൾ തന്നത് ഒക്കെയും ദൈവത്തിൻ്റെ ദയയാണ്, അവൻ്റെ കൃപയാണ്. ആ കൃപയിൽ നമ്മൾ ഇതൊക്കെയും നേടിയ നമ്മൾ ഈ മഹത്വമുള്ള ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാൻ, മഹത്വപ്പെടുവാൻ, അത് സ്തോത്രിക്കപ്പെടുവാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. ഇന്ന് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും മോറിയാമോണ്ട് മിനിസ്ട്രീസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനലക്ഷങ്ങളുടെ അടുത്ത് എനിക്ക് പറയുവാനുള്ളത്, ഈ മഹത്വമുള്ള ദൈവം എന്നും ദയയുള്ളവനാണ്, എന്നും കൃപയുള്ളവനാണ്. ഈ മഹത്വമുള്ള ദൈവം, ഈ ദയയുള്ള ദൈവം, ഈ ദൈവം നിങ്ങളുടെയും എൻ്റെയും ഒരു യാചന കേൾക്കുവാൻ, നമ്മുടെ ഒരു ആവശ്യം കേൾക്കുവാൻ, ഇല്ലെങ്കിൽ നാം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായിരിക്കുന്ന ഇന്ന് നമ്മളെ അവന് വേണ്ടിയിട്ട് കൊടുക്കാമോ? ഇന്ന് നമ്മെ അവന് വേണ്ടിയിട്ട് സമർപ്പിക്കാമോ? നാം ഈ കേൾക്കുന്ന ഈ കാര്യങ്ങൾ
ലോകത്തിൽ കാണാതിരിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നോക്കി. നമ്മളെക്കൊണ്ട് പറ്റുന്ന എത്ര പേർക്ക്, ഒരാൾക്കെങ്കിലും ഈ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഈ കാര്യം നാം പറഞ്ഞു കൊടുക്കുമെങ്കിൽ ദൈവം 100 മടങ്ങായി അതിന് നിങ്ങൾക്ക് മഹത്വം കൊടുക്കും. ഇന്ന് നാം എല്ലാവരും ഒന്നിച്ചു കൂടി ഇന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സാഹചര്യങ്ങളെയും അറിഞ്ഞ് ഇന്ന് ആ ദൈവം നിങ്ങൾക്കും എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾക്കും അവൻ ചോദിക്കുന്നതിലും അധികമായി നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ആ ദൈവം നമ്മെ കേൾക്കുവാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന ആ കുറവുകൾ, നാം അവനെതിരെ നിന്ന കാര്യങ്ങൾ, ഇതെല്ലാവற்றைയും ഏറ്റ് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവേ, നിൻ്റെ സമൂഹത്തെ നോക്കി പാർക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും തന്ന മഹത്വമുള്ള കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 1 വർഷക്കാലമായി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തിയല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഉമ്മുടെ തിരുക്കരത്തിലെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യോബാസ് പോലെ അവർ തന്നെ തെറ്റുകൾക്ക് തുടക്കമിട്ടവർ പലരും ഉണ്ട് കർത്താവെ. എന്നാൽ ഇന്ന് അവർ അത് ഓർത്തു നോക്കുന്ന, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ ദൈവത്തിൻ്റെ ദയ എന്നിൽ വരണമേ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ദൈവമേ, നീ അതെല്ലാം തന്നെ ഈ ജനത്തിന് കൊടുത്ത് അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവനായി സ്തോത്രമപ്പ. തുടർന്നും നിൻ്റെ ദയവിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. നിൻ്റെ ദയ ഒരു നാളും കുറഞ്ഞു പോകുന്നതല്ല എന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ, നീ ഞങ്ങളെ നയിക്കുന്നവനും നടത്തുന്നവനുമായി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ മഹത്വമുള്ള ദൈവം ഞങ്ങളെ ഒരു നാളും കുറവായല്ല നിറവായി മാത്രമേ നടത്തുന്നവൻ, വാലായല്ല ഞങ്ങളെ തലയായി ഉയർത്തുന്നവനെന്ന് ഈ എന്നോട് കൂടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അറിയത്തക്കവണ്ണമായി എൻ്റെ ദൈവം ഇടപെടണം. പ്രാർത്ഥിക്കണം. മാനവും മഹത്വവും രാജ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഇനിയൊരു എപ്പിസോഡുമായി നമുക്കൊന്നിച്ച് കാണുന്നവരെയും കർത്താവിൻ്റെ കൃപയും ദയയും എപ്പോഴും ഇരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.